100 വീട് റിപ്പോർട്ടർ ചാനലുകാർ പറഞ്ഞത് എന്തോ ടൗൺഷിപ്പ് തന്നെ അവിടെ ഫുള്ളായിട്ട് നമ്മൾ ഉണ്ടാക്കാന്നുള്ളതാണ്. ഓക്കെ, അഖിൽ മാരാർ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. അപ്പം പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. മെയിനായിട്ട് ഒരു ഡോക്ടറിന്റെ കാര്യമാണ് കേട്ടോ ഇവിടെ സംസാരിക്കാൻ പോകുന്നത്. പിന്നെ കുറേ സീരിയലുകാരെയും ബിഗ് ബോസ് താരങ്ങളെയൊക്കെ ഈ പറയുന്ന BJP ഇലക്ഷൻ നിർത്തിയിട്ടുണ്ട്. ഓക്കെ, അതിലെ ലക്ഷ്മി പ്രിയയും പിന്നെ ഈ പറയുന്ന അവരുടെ പേരങ്ങ് മറന്നുപോയി, അവരൊക്കെ അങ്ങ് വോട്ടർപട്ടി പോലും പേരും കാര്യങ്ങളൊന്നും ഇല്ലാതെ അവർ തന്നെ അങ്ങ് പിന്മാറേണ്ട അവസ്ഥ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ആലോചിക്കുകയായിരുന്നു, ഇതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണ്ടേ അംബാനെ നോക്കേണ്ടത്. പിന്നെ അത് മാത്രമല്ല, എനിക്ക് തോന്നി ഇനി നിന്നിട്ട് കാര്യമില്ല, 8 നില പൊട്ടിപ്പോകുമെന്ന് അറിഞ്ഞിട്ടാണെന്ന് തോന്നുന്നു ചിലപ്പോൾ എടുത്ത് മാറ്റിയത്. അങ്ങനെ വേണമെങ്കിൽ കരുതാം. ഡോക്ടർ റോബിൻ രാധാകൃഷ്ണന്റെ കാര്യം സംസാരിക്കാൻ മെയിനായിട്ട് വന്നതെന്ന് വെച്ചാൽ, ഡോക്ടറിന് ഒരു വ്യക്തിക്ക് ഡോക്ടർ 10-44 ലക്ഷം രൂപ കൊടുക്കാനുണ്ട്. അദ്ദേഹം വിളിച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഞാൻ ഇലക്ഷന് നിൽക്കാൻ പോവാണ്, 2-3 മാസം മുമ്പുള്ള കാര്യമാണ്, അവരെന്തായാലും എനിക്ക് ഇത്ര കോടി രൂപയോളം ഓഫർ ചെയ്യുമോ, എത്ര കോടിയാണെന്നൊന്നും ഞാനവിടെ പറയുന്നില്ല, അത്രയും കോടി രൂപ എനിക്ക് ഇത് തരും, അത് കിട്ടുക ഉടനെ തന്നെ തൻ്റെ കടങ്ങളും കാര്യങ്ങളും തീർക്കാം എന്നുള്ള രീതിയിൽ ഡോക്ടർ പറഞ്ഞിട്ട് ഒരു വോയിസും കാര്യങ്ങളൊക്കെ ചില ആൾക്കാരെ ഇരിപ്പുണ്ട്. ഞാൻ അതൊന്നും എടുത്ത് ഇവിടെ വിടാനോ ഒന്നും പോകുന്നൊന്നുമില്ല. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇവരൊക്കെ ഈ ഇലക്ഷന് നിൽക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായല്ലോ. അത്യാവശ്യം ഫെയിമാണ്. ബിഗ് ബോസ് പോലെ പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ വന്ന് നല്ല റീച്ചും കാര്യങ്ങളും അത്യാവശ്യം ജനങ്ങളുടെ ശ്രദ്ധയൊക്കെ പിടിച്ചു പറ്റിയൊരു വ്യക്തിയാണ് ഈ പറയുന്നത് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. അപ്പം BJPക്ക് ഇതുപോലൊരുത്തിനെ കിട്ടിയ മുതല ചിന്തിച്ച് നോക്കിയാൽ ഇതുപോലൊരുത്തിനെ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ലാഭമാണ്. കാരണം അത്യാവശ്യം അറിയാം, കേരളം മൊത്തം അറിയാം, കേരളം അല്ല ലോകം മൊത്തം അറിയാവുന്ന ഒരു വ്യക്തിയാണ് ഈ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. ആ സീസൺ അറിയാമായിരിക്കുമല്ലോ. ഒരു 10-70 ദിവസം അയാൾ നിന്നതും ഉണ്ടാക്കിയ ഓളങ്ങളും കാര്യങ്ങളും എല്ലാവർക്കും അറിയാം. അതും പിടിച്ചുകൊണ്ട് ഈ പറയുന്ന പാർട്ടി പരിപാടിക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നടക്കുന്ന കേസ് കേട്ടൊന്നുമല്ല. റിയൽ ലൈഫിലാണ് ഈ പറയുന്ന ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനെ പോലെ ഒരു മടിയന്, സ്വന്തം കാര്യം മാത്രം നോക്കാനും അതിനുവേണ്ടി മാത്രം നടക്കുന്ന ഒരു തന്നെ. അവനെ കൊണ്ട് ഈ രാഷ്ട്രീയം എന്ന് പറഞ്ഞൊരു കാര്യം നടക്കത്തില്ല. സീരിയസ്ലി ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംഭവമേ ഇവരെ കൊണ്ട് പറ്റത്തില്ല. ഇപ്പോൾ ഈ ഇവരുടെ കടങ്ങളും കാര്യങ്ങളും തീർക്കാൻ വേണ്ടി മാത്രം ഇവിടെ വന്ന് നിന്നായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ജനങ്ങളെ വെറും മണ്ടരാക്കാൻ വേണ്ടി ഒരു സീറ്റ് കിട്ടുക. അപ്പോൾ അറിയാമല്ലോ, എങ്ങനെ ആയാലും BJP ആണ് ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ നല്ല രീതിയിൽ ഫണ്ടും കാര്യങ്ങളും ഇറക്കുകയൊക്കെ ചെയ്യും. പ്രത്യേകിച്ച് കേരളം അവർ നോട്ടിട്ട് വെച്ചായിരിക്കുക. പാലക്കാട് ഒരു സീറ്റ് അവർ കൺഫേം ചെയ്ത് എന്നുള്ളൊരു കോൺഫിഡൻസ് നടക്കുന്ന ആൾക്കാരാണ്. പക്ഷെ ഇപ്പോഴത്തെ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ പിഷാരടി ഇവിടെ ജയിക്കാൻ ചാൻസ് കൂടുതലാണ്. ഇപ്പോഴത്തെ ഒരു ഇത് വെച്ച് സർവേ വെച്ച് നോക്കുമ്പോൾ ഓക്കെ, ഇവിടെ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനെ ഞാൻ പറഞ്ഞ പോലെ ഒരു വ്യക്തിയുടെ കടം തീർക്കാൻ വേണ്ടി മാത്രം വന്ന് നിൽക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ജനങ്ങളെ സേവിക്കാമെന്ന് വെച്ചാൽ അവന് ജയിച്ചാലും തോറ്റാലും അവനൊരു പുല്ലുമില്ല, അവന് കിട്ടേണ്ട കാര്യങ്ങൾ തെറ്റുക, ഇതോടെ അവൻ്റെ കടങ്ങൾ തീർക്കുക, ഇതാണ് അവൻ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പിന്നെ അഖിൽ മാരാറിൻ്റെ കാര്യം, ഇതുപോലെ വാക്ക് മാറ്റി പറയുന്ന ഒരു നാട് എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. ഓക്കെ, എന്തായാലും നമുക്ക് ആദ്യം ഒരു വീഡിയോ തുടങ്ങിയിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം. പേര് പോലും വോട്ടർ ലിസ്റ്റിൽ ഉണ്ടോ എന്ന് പോലും അറിയാത്ത ആളുകളൊക്കെ മത്സരിക്കാൻ നടക്കും. അത് മാത്രമല്ല, ഇവരുടെയൊക്കെ എന്താണ് ഇവരുടെ ഒരു ലെഗസി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഈ സീരിയലിൽ അഭിനയിക്കുന്ന ആളുകൾ, സിനിമയിൽ അഭിനയിക്കുന്ന ആളുകൾ, അപ്പൊ KB ഗണേഷ് കുമാർ, അദ്ദേഹം രാഷ്ട്രീയം എന്താണെന്ന് അറിഞ്ഞു വന്ന വ്യക്തിയാണ്. ബാലകൃഷ്ണ സാറിന്റെ മോനാണ്. അദ്ദേഹത്തിന് ജനങ്ങളുമായിട്ട് ബന്ധങ്ങളുണ്ട്. ഞാൻ മത്സരിച്ചിട്ടുണ്ട്. ഞാൻ നിർമ്മാതാവായിരിക്കുന്ന സമയത്താണ് ഞാൻ മത്സരിച്ചത്. കക്കാലക്കുളത്ത് ഞാൻ UDF-ന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചതാണ്. ഞാൻ ആ പൊളിറ്റിക്സിലുള്ള ഒരാളാണ്. അതുപോലെ സിനിമാ രംഗത്ത് നിന്ന് പൊളിറ്റിക്സിലേക്ക് വന്ന പിന്നെ ഇപ്പൊ രാജ്മോഹൻ ഉണ്ണിത്താൻ ഉണ്ണിത്താൻ ചേട്ടൻ, ഈ ലക്ഷ്മി പ്രിയ അറിയാലോ, ബിഗ് ബോസ് കണ്ടവർക്ക് അറിയാം. അന്ന് ഇവർ നിന്ന് പോയി തന്നെ ഈ റോബിന്റെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ്, റോബിൻ ഫാൻസുകാരുടെ. കാരണം ലാസ്റ്റ് അങ്ങോട്ട് ഔട്ട് ആകുന്ന സമയത്ത് അങ്ങോട്ട് കരയോ അങ്ങോട്ട് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതുപോലൊരു നാടക നടി എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അപ്പോൾ അന്ന് പറയുന്ന തള്ളുകൾ ഒരു മനുഷ്യനെ അക്സെപ്റ്റ് പോലും ചെയ്യാൻ പറ്റാത്ത കുറെ തള്ളുകളാണ്. ഓക്കെ, നമുക്ക് റോബിന്റെ വെക്കുന്നതിന് മുമ്പ് നമുക്ക് മാരാറിന്റെ ഒന്ന് കണ്ടിട്ട് വരാം. ഗോകുലം പറഞ്ഞു 100 വീട് റിപ്പോർട്ടർ ചാനലുകാർ പറഞ്ഞത് എന്തോ ടൗൺഷിപ്പ് തന്നെ അവിടെ ഫുള്ളായിട്ട് നമ്മൾ ഉണ്ടാക്കാം എന്നുള്ളതാണ്. 100 വീട് വെച്ച് കൊടുക്കാമെന്ന് ബോബി ചമ്മന്നൂർ പറഞ്ഞു. 100 വീട് വെച്ച് കൊടുക്കാമെന്ന് ഇന്ത്യൻ മലയാളി അസോസിയേഷനോ മറ്റോ പറഞ്ഞു. അങ്ങനെ ഏകദേശം ഒരു 650-700 വീടുകൾ കോൺഗ്രസ് പറഞ്ഞതും പൊളിറ്റിക്കൽ പാർട്ടികൾ പറഞ്ഞതും എല്ലാം ഞാൻ മാറ്റിവെക്കുകയാണ്. മുസ്ലിം ലീഗ് പറഞ്ഞതൊക്കെ മാറ്റിവെക്കുകയാണ്. പുറമേ നിന്നുള്ള സംഘടനകൾ, വ്യക്തികൾ, യൂസഫ് അലി, ലുലു ഗ്രൂപ്പ് 100 വീട് വെച്ച് കൊടുക്കാന്ന് പറഞ്ഞു. KG എബ്രഹാം, നമ്മുടെ കടപ്പുള്ള ടൗൺ പ്ലാസയുടെ ഒക്കെ ഓണർ, അദ്ദേഹം 50 വീട് വെച്ച് കൊടുക്കാന്ന് പറഞ്ഞു. 25 വീട് വെച്ച് കൊടുക്കാന്ന് പറഞ്ഞ മറ്റുള്ളവർ 5 വീട് 10 വീട് വെച്ച് കൊടുക്കാൻ ധാരാളം ആൾക്കാർ. അതുപോലെ ആ കൂട്ടത്തിൽ ഏറ്റവും താഴെ കിടക്കുകയാണ് നമ്മളൊക്കെ എന്ന് പറയുന്നത്. പക്ഷേ നിങ്ങൾ 4 പേരെ കണ്ടു ഇവരാരെങ്കിലും വെച്ച് കൊടുത്തത് വീട്. മാരാർ, ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, വാക്കെന്ന് പറഞ്ഞൊരു സംഭവം ഈ കിടക്കുന്ന നാട്ടിലെ പട്ടികളൊക്കെ പലതും പറയും. നമ്മൾ ഒരാൾക്കൊരു വാക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പാലിക്കാനാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. അല്ലെങ്കിൽ അവൻ അത് ചെയ്തു, ഇവൻ അത് ചെയ്തു, വലിയവൻ അത് ചെയ്തു, ഒന്നും ഒരു കാര്യമില്ല. സാധാരണപ്പെട്ട നമ്മളൊരു മനുഷ്യരാണ്. നമ്മളൊരു ആളുടെ മുന്നിൽ വന്നിട്ട് ഞാൻ നിനക്ക് അത് ചെയ്ത് തരാം എന്ന് വാക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ചെയ്തു കൊടുക്കാൻ പാലിക്കണം. മനസ്സിലായോ? അത് എന്തോ ആയിക്കോട്ടെ. അല്ലാതെ അവൻ ആ വാക്ക് കൊടുത്തു, ഇവൻ വാക്ക് കൊടുത്തു, മറ്റേ കൊടുത്തു, വലിയ വലിയ ആൾക്കാർ വാക്ക് കൊടുത്തു. അപ്പം ഞാനും ചെയ്യുന്നില്ലെന്ന് പറയുന്നതുകൊണ്ട് എനിക്ക് വലിയ യോജിപ്പും കാര്യങ്ങളൊന്നുമില്ല. അന്ന് ആ സമയത്ത് കേരളത്തിലെ ജനങ്ങളോ എല്ലാവരും TVയുടെ മുമ്പ് ഈ പറയുന്ന വയനാട്ടിലെ ഇഷ്യൂ ഇങ്ങനെ ചിന്തിച്ച് ഇങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്താണ് മാരാർ വന്നിട്ട് ഒരു കാര്യം പറയുന്നത്. ആ സമയത്ത് നിനക്ക് കൈയടിച്ച കുറേ ജനങ്ങളുണ്ട്. അവന്മാരെ വെറും ഉണ്ണാക്കരാക്കുന്ന രീതിയിലല്ല നിന്റെ ഈ സംസാരം. നിന്നോട് ഒറ്റ ചോദ്യം ചോദിച്ചുള്ളൂ, നീ അത് ചെയ്തോ ഇല്ലയോ?
അത്രേ ഉള്ളൂ. അതിനുള്ള ഉത്തരം മാത്രം തന്നാൽ മതി. അല്ലാതെ അപ്പുറത്തിരിക്കുന്നവൻ്റെ ഇപ്പുറത്തിരിക്കുന്നവൻ്റെ മുന്നിൽ ഇരിക്കുന്നവൻ്റെ പുറകെ ഇരിക്കുന്നവൻ്റെ കൊണയാടി ഇവിടെ ആർക്കും കേൾക്കേണ്ട ആവശ്യമില്ല. ഇതുപോലുള്ളവനെന്നും ഒരിക്കലും രാഷ്ട്രീയത്തിൽ നിൽക്കാൻ പോലും യോഗ്യതയില്ലാത്തൊരു നാടുകളാണ്. സ്വന്തം പല്ലിൽ എങ്ങനെ കുത്തിയിട്ട് മണപ്പിക്കാന്ന് പറയത്തില്ലേ? ഞാൻ പറഞ്ഞ മരാനെ കൂടിപ്പോവും. ഇത് കാണുന്ന ജനങ്ങളോട് ഞാനൊരു കാര്യം പറയും, ഇവൻ്റെ മണ്ഡലം ഏതാണെങ്കിലും ശരി, നിങ്ങൾ ഇവന് കൂട്ടുന്ന ഓരോ വോട്ടും പാഴാണെന്ന് ഞാൻ പറയും. കാരണം ആ വയനാട്ടിൽ ആ സമയത്ത് ആൾക്കാർക്കുണ്ടായ ബുദ്ധിമുട്ടുകളും വേദനയും, കാരണം അവിടെ പോയി കണ്ട ഒരുപാട് ആൾക്കാരുണ്ട്. ഏക്കർ കണക്കിന്, അതും കല്ലൊക്കെ കിടക്കുന്നതൊക്കെ ഒന്ന് കാണണം. ഇപ്പോഴും നമുക്കത് മനസ്സിൽ നിന്ന് മാറിയിട്ടില്ല. അപ്പോഴേ ഓരോ വ്യക്തികളും വിഷമിച്ച് ടിവിയുടെ മുന്നിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് മാരാറിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. ആദ്യം കേരള സർക്കാരിനെതിരെ സംസാരിച്ച് അത് കഴിഞ്ഞിട്ട് പുള്ളി ഒരു വീട് വെച്ച് കൊടുക്കാം എന്നുള്ള രീതി ഏറ്റിട്ടുണ്ടായിരുന്നു. അന്ന് അതിൻ്റെ താഴെ മാരാറിന് കിട്ടിയ കയ്യടിയും കാര്യങ്ങളും, അന്ന് അത്രയും നിനക്ക് വേണ്ടി കയ്യടിച്ച ആൾക്കാർ ഇന്ന് നിന്നെ കാക്രിച്ച് തുപ്പോടാ, ഉറപ്പാടാ നാറി. നിന്നെ പോലുള്ള ഒരു നാറിയാണല്ലോ ബിഗ് ബോസിൽ വിന്നറായത്. ഇപ്പം ഞാൻ പോലും നിനക്ക് വോട്ട് കുത്തി, എനിക്ക് പോലും പുച്ഛവും നാണക്കേട് മാത്രമേ ഉള്ളൂ. ആണും പെണ്ണും കെട്ടവനെക്കാളും ഇതാണ് നീ. ഇവരാരും അവിടെ വീട് വെച്ച് കൊടുത്തിട്ടില്ല. അതിന്റെ കാരണം എന്ന് പറയുന്നത് അവിടെ സ്ഥലം ലഭ്യമാക്കി തരേണ്ട ഉത്തരവാദിത്വം അവിടുത്തെ ജില്ലാ കളക്ടറാണ്. 2, സാധാരണ ഒരു നാട്ടിലൊരു പ്രശ്നം നടന്നു കഴിഞ്ഞാൽ നമ്മൾ ഓഫർ ചെയ്യും, ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണെന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്തപ്പെട്ട അതോറിറ്റിയിലേക്ക് അവരെന്ത് ചെയ്യണം? ഇവരെ എല്ലാം പിടിച്ച് ഇവരുടെ സഹായം സ്വീകരിക്കണം. സർക്കാർ എന്താ എടാ നീ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഒരു സ്ഥലം മേടിക്കാൻ വലിയ പാടും കാര്യങ്ങളൊന്നും ഇല്ല, പ്രത്യേകിച്ച് വയനാട് പോലുള്ള സ്ഥലങ്ങളിലാണ്. നിനക്ക് സ്വന്തമായിട്ട് പോയി അങ്ങോട്ട് ചെയ്ത് തീർക്കാൻ പറ്റും. നിനക്ക് അത്യാവശ്യം എവിടെ ഓടുണ്ടെന്നല്ല പറയുന്നത്. അവിടെ ചെന്നിട്ട് നിനക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുള്ളൂ. ഒരു സ്ഥലവും കാര്യങ്ങളും മേടിക്കുക, ഒരു വീട് സെറ്റ് ചെയ്ത് കൊടുക്കുക. വലിയ വീടൊന്നുമില്ല, ഒരു ചെറിയൊരു വീട് വെക്കുക. എന്നിട്ട് ആർക്കൊക്കെ വീട് കിട്ടിയിട്ടില്ല എല്ലാം കൂടെ വെച്ച് ഏറ്റവും പാവപ്പെട്ടവരെ നറുക്കിടുക, എടുക്കുക, ആ വീട് അവിടെ ഏൽപ്പിക്കുക, തിരിച്ചു പോരുക. അങ്ങനെ വേണം ചെയ്യേണ്ടത്. അല്ലാതെ ചുമ്മാ ഇരുന്നിട്ട് ഇപ്പം ഞാനൊരു കാര്യം പറയാം, ഇവറ്റകളൊക്കെ വന്നിരിക്കുന്നത് കുറച്ച് റീച്ചും പിന്നെ ഈ ഒരു പാർട്ടിയെ സപ്പോർട്ട് ചെയ്ത് നിന്നു, പിന്നെ കുറച്ച് പൈസയും കിട്ടും. സത്യമായിട്ട് പറഞ്ഞാൽ BJP നല്ല രീതിയിൽ പൈസ ഇറക്കും, നല്ല രീതി. ഇപ്പൊ റോബിന്റെ കാര്യം തന്നെ കണ്ടില്ല, ഓരോ കടം ഇഷ്ടം പോലെ ഉണ്ടാവും കടം. അവനത് തീർക്കാൻ വേണ്ടിയാണെന്ന് യൂട്യൂബും തുടങ്ങിയതും ആരതി വെറും എന്താ പറയാ, പൊട്ടം കളിപ്പിക്കുന്ന രീതിയിലായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ആ യൂട്യൂബ് ചാനൽ തുടങ്ങുകയും ഇത് ചെയ്ത് എങ്ങനെയാണ് അതിന്റെ രീതികൾ മോണിറ്റൈസേഷൻ ആവുന്നതൊക്കെ ഓരോരുത്തരെ വിളിച്ച കഥകളൊക്കെ അറിയാം. എല്ലാ കാര്യങ്ങളും അറിയാം. അവൻ അതിൽ നിന്ന് എന്തോ അവൻ്റെ കിട്ടുന്ന പൈസ അടിച്ചു പൊളിച്ച് കളയുക, ബാക്കി എന്താ പറയണ്ടേ, എങ്ങനെയൊക്കെ ഏതെങ്കിലും രീതിയിൽ ഊറ്റിപ്പോവാന്ന് പറയത്തില്ല, അതേ ടൈപ്പാണ്. അവനാണ് ഇപ്പോൾ BJPക്ക് വേണ്ടി ഇറങ്ങിയിരിക്കുന്നത്, അതും പൈസയ്ക്ക് വേണ്ടിയാണ്. തോറ്റു പോകുന്നവനെ നല്ല രീതിയിൽ അറിയാം. പിന്നെ ഒരു കാര്യം, നീ മാതൃകയാവുന്നത് വെറും പൊള്ളയെന്ന് എല്ലാവർക്കും മനസ്സിലായേ. ഓക്കെ, ഇനി അവൻ്റെ പ്രകസനങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. ഇത് കാണുന്ന BJPക്കാരാണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും കമ്മ്യൂണിസ്റ്റ് ആണെങ്കിലും ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിച്ചോട്ടെ. പാർട്ടിക്ക് വേണ്ടി രാവും പകലും ഇല്ലാതെ കഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് നമ്മുടെ നാട്ടിലാണ്. ഇന്നലെ കയറി വന്ന് ഇതുപോലുള്ള കുറെ ഫെയിമും അതും ഇതും ഒക്കെ കിട്ടിക്കഴിഞ്ഞിട്ട് ഇവനെ പോലുള്ളവന്മാരൊക്കെ കയറി വന്നിട്ട് എന്താണ് ഗുണം ഉണ്ടാവാൻ പോകുന്നത്? നാളെ നിങ്ങളെപ്പോലുള്ള താഴ്ത്തട്ടി കിടന്ന് കഷ്ടപ്പെടുന്ന നേതാക്കന്മാർ എന്തെടുക്കും? ഇവന്റെ കൺട്രി കിടന്ന് പിന്നെ അത് തന്നെ ചെയ്യേണ്ടി വരും. സത്യം പറഞ്ഞാൽ നാടിന് വേണ്ടി ഇറങ്ങി തല്ലും തുപ്പും ഒക്കെ കേട്ട് വളർന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഒരുപാട് അടികളെന്ന് ലാത്തി ചാർജൊക്കെ കിട്ടുന്ന ഒരുപാട് BJPക്കാരാണ്. ഇനി കമ്മ്യൂണിസ്റ്റ് വിട്ട് അത് കുറച്ചെങ്കിലും എന്താ പറയുക, കോൺഗ്രസ്സുകാരൊക്കെ ഉണ്ട് ഇവിടെ. അങ്ങനെയുള്ളവരെ കൊണ്ടുവരണം, അങ്ങനെയുള്ളവരെ കൊണ്ടുവരണം. അല്ല ഇവനെ പോലുള്ളവന്മാരൊന്നും കൊണ്ടുവന്നിട്ട് എന്ത് കിട്ടാനാ? ഒരടി കിട്ടിയ, ഞാനൊരു കാര്യം പറയാം, റോബിൻ ഏതെങ്കിലും ഒരു സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ? ഏതെങ്കിലും ലാത്തി ചാർജ് കൊണ്ട് ഇത് കിട്ടിയിട്ടുണ്ടോ? ഇതിലൊക്കെ കഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷെ എന്ത് ചെയ്യാനാ? പിന്നെ മാരാറിന്റെ കാര്യത്തിൽ പണ്ട് കോൺഗ്രസിന് വേണ്ടി ഒരുപാട് അടി കിട്ടിയതാണ്. എന്നിട്ട് അളിയൻ നേരെ പോയി BJPയിലോട്ട് പോയി കഴിഞ്ഞിട്ട് വീണ്ടും അവിടുത്തെ ആശയങ്ങൾ ശരിയല്ലെന്നും പറഞ്ഞ് മാരാർ തിരിച്ച് വീണ്ടും കോൺഗ്രസിലോട്ട് വന്നു. ഇപ്പൊ വേണ്ട സീറ്റ് കിട്ടുന്നില്ലെന്ന് പറഞ്ഞു, ഇപ്പൊ വീണ്ടും വേണ്ട BJPയിലോട്ട് പോയി. ഇത് സത്യം പറഞ്ഞാൽ മാരാറിനെ സത്യം പറഞ്ഞാൽ ഇപ്പോഴത്തെ മലയാളികളെല്ലാവരും പറയുന്നത് ശരിയാണ്, സ്വന്തം കാര്യം നോക്കുവാണെങ്കിൽ മാരാറിനെ കണ്ടുപിടിക്കണം എന്ന് പറയുന്നത്. കാരണം നമ്മൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ മറ്റൊന്നും. ആ ഒരു ചിന്ത വെച്ച് നോക്കുകയാണെങ്കിൽ ഓക്കെ, മാരാറിനെ കണ്ടുപിടിക്കേണ്ടി വരും. പക്ഷെ ഇങ്ങനെ പഠിക്കരുത് കേട്ടോ, ഇങ്ങനെ പഠിക്കരുത്. സ്റ്റാർട്ട് ചെയ്യുന്ന വേണി കളവേട മാനവത്തിന്റെ ഫ്രണ്ടിൽ നിന്ന് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ കണ്ട യൂജൻ ഉണ്ടല്ലോ അല്ലെ, ഇത്രയും പവറോട് കൂടി തന്നെയാണ് കുണ്ടറയിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഈ ഇലക്ഷന് കുണ്ടറയിൽ NDA BJP ജയിച്ചിരിക്കും. കോപ്പ് ജയിക്കും. നീ ചുണയുണ്ടെങ്കിൽ നീ ഇമ്മണി വരച്ചോ, നീ 8 നില പൊട്ടൂടാ, നീ 8 നില പൊട്ടും. പിന്നെ നിനക്ക് പൊട്ടിയാലും നീ ഉള്ളി ചിരിക്കുവാന്ന് എല്ലാവർക്കും ജനങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ എനിക്കും എൻ്റെ കുറച്ച് ഫ്രണ്ട്സിനും നല്ല രീതിയിൽ അറിയാം. നീ ഉള്ളി നല്ല രീതിയിൽ സന്തോഷമായിരിക്കുകയാണെന്ന്. കാരണം നിന്റെ കടങ്ങളും കാര്യങ്ങളും ഒക്കെ തീർക്കുകയും ചെയ്യും. അവിടെ ഇവിടെ എന്നും പറഞ്ഞ് കുറച്ച് പൈസയും കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. നീ ബുദ്ധിമാനാണ്.
നീ നല്ല രീതിയിൽ ബുദ്ധിമാനാണ്. പക്ഷെ കാണുന്ന ജനങ്ങളൊരു മണ്ടന്മാരാക്കിയിട്ട് നീ ബുദ്ധിമാനാണെന്ന് ചിന്തിക്കുമ്പോൾ ഞങ്ങളെപ്പോലുള്ളവർ വന്നിട്ട് അത് തുറന്നു കാണിക്കും. മനസ്സിലായോ? അതിലൊരു മാറ്റവും ഇല്ല. അതിനുവേണ്ടി നമ്മൾ ശക്തമായി തന്നെയാണ് പ്രവർത്തിക്കുന്നത്. ഞാൻ ഇതിന്റെ ഡേ 1 ആണ്. ഇനി നമ്മുടെ മുന്നിൽ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. മാക്സിമം എല്ലാവരിലേക്കും ഞാൻ എത്തുന്നതാണ്. എല്ലാവരിലേക്കും പണ്ട് സീക്രട്ട് ഏജന്റ് ഇവന്റെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവന്റെ മാരാന്റെ. അന്ന് എല്ലാവരും കൂടെ എടുത്തിട്ട് അങ്ങ് കൊടുത്തായിരുന്നു. ഇപ്പൊ കണ്ടില്ലേ കാര്യങ്ങളൊക്കെ തെളിഞ്ഞ് വരുന്ന കണ്ടില്ലേ? ഇവന്മാരൊക്കെ പഠിച്ച കള്ളന്മാരാടേ. നിങ്ങൾ ഇപ്പോഴും കുറെ ആരാധനയായിട്ട് നടക്കുന്ന കുറെ മണ്ടറായിട്ടുള്ള കുറെ ജനങ്ങൾ. എനിക്ക് നിങ്ങളോട് സിമ്പതി മാത്രമേ ഉള്ളൂ. ഞാൻ എന്റേതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും, എന്റെ ഡെവലപ്മെന്റ് ആണെങ്കിലും ഈ നാട്ടിലുള്ള പോരായ്മകളാണെങ്കിലും എല്ലാ കാര്യങ്ങളും അവരെ മനസ്സിലാക്കി ഈ മാറ്റം നമ്മുടെ ഇന്ത്യയിൽ നിന്ന് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. സോ അപ്പം ദൈവത്തോട് ഈ വീഡിയോ കാണുന്ന എല്ലാവരും നമുക്ക് വേണ്ടി, ഇന്ത്യക്ക് വേണ്ടി, നമ്മുടെ ഫ്യൂച്ചറിന് വേണ്ടി, കുണ്ട്രയ്ക്ക് വേണ്ടി നിങ്ങൾ ഇന്ത്യക്ക് വോട്ട് ചെയ്യുക. ഉറപ്പായിട്ടും നമ്മൾ ഈ കുണ്ട്രേനെ അടുത്ത 5 വർഷം കഴിയുമ്പം 140 മണ്ഡലങ്ങളിൽ മാതൃകയാക്കാൻ പോവുകയാണ്. ഓക്കെ, കുണ്ട്ര തന്നെയായിരിക്കും ഒരു എക്സാമ്പിൾ ആയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അതിന് നമ്മൾ ഇത് എന്റെ മാത്രം ഒരു എഫേർട്ട് അല്ല, നമ്മുടെ ടീം മൊത്തത്തിലുണ്ട്. BJPയുടെ എല്ലാ ആൾക്കാരും അല്ലെങ്കിൽ ഇന്ത്യയിലെ എല്ലാ ആൾക്കാരും നമ്മുടെ പ്രവർത്തകരും നമ്മുടെ കൂടെയുണ്ട്. ഒരുപാട് പേര് ഇവിടെ ഒത്തുകൂട്ടിയിട്ടുണ്ട്. ഞാൻ ഇത്ര എക്സ്പെക്ട് ചെയ്തില്ല. പക്ഷേ ഉറപ്പായിട്ടും മറ്റുള്ള ആൾക്കാരെക്കാട്ടിയും കൂടുതൽ നമ്മൾ ഇവിടെ ഗ്യാദർ ചെയ്തിട്ടുണ്ട്. നമ്മൾ തുടങ്ങാൻ പോണേ ഉള്ളൂ. കാണാൻ പോണ പൂരം പറഞ്ഞറിയിക്കേണ്ട. അതെ, ഇവൻ 8 നില പൊട്ടുന്ന കാര്യങ്ങളൊന്നും ഇവിടെ ആരും പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ല. ജനങ്ങൾക്കെല്ലാം അത് മനസ്സിലായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ 8 നില പൊട്ടുന്ന ഉറപ്പുള്ളവർ മാത്രം കമന്റ് ഇടുക. ഓക്കെ, നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ വേണം. ഇവനെ പോലുള്ളവന്മാരെ ഒന്നും അടിപ്പിക്കരുത്. കാരണം സ്റ്റാൻഡ് വേണം, സ്റ്റാൻഡ്.